നമസ്കാരം, ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം രാജ്യചരിത്രത്തിൽ പ്രത്യേകം തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു ദിവസമാണ്. കാരണം നമ്മൾ ഒരു നൂറ്റാണ്ടിലധികമായി, 1.5 നൂറ്റാണ്ടിലധികമായി അനുവർത്തിച്ചു പോരുന്ന ക്രിമിനൽ പ്രൊസീജിയർ ചട്ടം, ശിക്ഷാ നിയമം മാറ്റി പുതിയ നിയമസംഹിതകൾ പ്രാബല്യത്തിൽ വന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ 164 വർഷം പഴക്കമുള്ള IPCയും CRPCയും തെളിവ് നിയമ ചട്ടവും ഒക്കെ ചരിത്രമാകുന്നു. പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അപ്പം ഭാരതീയ സാക്ഷ്യ അധീന്യ എന്നിങ്ങനെ 3 നിയമസംഹിതകൾ നിലവിൽ വന്നൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതനുസരിച്ചുള്ള പുതിയ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ ഈ പുതിയ ചട്ടങ്ങളനുസരിച്ചുള്ള കേസുകളാണ്. അത് ഓരോ സെക്ഷൻ അനുസരിച്ച് ഓരോ കേസിലും മാറ്റങ്ങളുണ്ട്, അതിൻ്റെ ശിക്ഷകൾക്ക് മാറ്റങ്ങളുണ്ട്, പ്രത്യേക കുറ്റങ്ങൾക്ക് കൂടുതൽ ശിക്ഷയുണ്ട്, ശിക്ഷയിൽ ഇളവുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലേക്ക് കൂടുതൽ വിശദമായി കടക്കുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജനങ്ങൾക്ക് വലിയ അവ്യക്തതയും ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുമൊക്കെ ഉണ്ട്. കാരണം പാർലമെൻറ്റിൽ ശരിയായ വണ്ണം ചർച്ച നടത്താതെയാണ് അത് പാസ്സാക്കപ്പെട്ടത് എന്നുള്ളൊരു പരാതി നിലവിൽ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. ഒപ്പം ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അവ്യക്തതയും ആശങ്കയും ഒക്കെയുണ്ട്. എങ്കിൽ കൂടിയും ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ അതോടൊപ്പം ഇഴുകിച്ചേർന്നേ പറ്റൂ. അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അവസാനം അത് ഇതിലേക്ക് വിശദമായി വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ ജനങ്ങൾ ഇതിൽ ആശങ്ക വെക്കേണ്ട ഏതെല്ലാം മേഖലകളുണ്ട്? അപ്പം പഴയ നിയമത്തെ തട്ടിച്ചു നോക്കുമ്പം ചില ഏതെങ്കിലും പ്രത്യേക കുറ്റങ്ങളിൽ ഒരു എന്തെങ്കിലും ഗുണം കാണുന്നുണ്ടോ പുതിയ വകുപ്പുകളുണ്ട്? അല്ല, സേഫ് ഗുണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ CRPC ആകട്ടെ, IPC ആകട്ടെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആവട്ടെ, ഇതെല്ലാം 150-160 വർഷം പഴക്കമുള്ള നിയമങ്ങളാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ്, കൊളോണിയൽ നിയമങ്ങളാണ്. പക്ഷേ അതേസമയം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ് കൊളോണിയൽ നിയമമെന്ന് പറയുമ്പോൾ അന്ന് അവർ ഉണ്ടാക്കി അതേ മട്ടിൽ നിലനിൽക്കുകയാണെന്ന് ധരിക്കരുത്. അത് പല സന്ദർഭങ്ങളിലായിട്ട് അതിന് ഒരുപാട് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്, പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നിട്ടുണ്ടായുള്ള ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി വിധികൾ തന്നെ ആധാരമാക്കി ഇത് ഈ ഉദാഹരണം സെഡിഷൻ ലോ. ഇപ്പോൾ സെഡിഷൻ ലോ IPCയിൽ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ വർഷമല്ലേ സുപ്രീം കോടതി ആ സെഡിഷൻ ലോ വെച്ച് എനിക്ക് കേസെടുക്കരുത് നിർദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പുതിയ 3 ക്രിമിനൽ ലോസ് കൊണ്ടുവന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് BJPക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകം ഇതാണ്: കൊളോണിയൽ നിയമങ്ങൾ നമ്മളെന്തിനു പേറണം? ഇതൊരു ഡീകോളനൈസേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ഇന്ത്യൻ നിയമങ്ങൾ. നമ്മൾ പഴയ കൊളോണിയൽ ലെഗസി എടുത്ത് കളഞ്ഞ് കുടഞ്ഞു തെറിപ്പിച്ച് ഭാരതീയമായ ഒരു ന്യായ സംഹിത, ഭാരതീയമായ ഒരു നിയമ ക്രിമിനൽ ലോ ചട്ടക്കൂടും പ്രൊസീജിയേഴ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ള നിലക്കാണ് BJPക്കാർ സംസാരിക്കാറുള്ളത്. അപ്പം ഞാൻ പറയുന്ന ഒന്നാമത്തെ പോയിൻ്റ്, ഇത്രയും വളരെ പഴയ 150 വർഷത്തോളം പഴക്കമുള്ള നിയമം അത് മാറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാഴ്ചപ്പാടാണ്. കാരണം എന്ത് തന്നെയാലും അതിൻ്റെ ചില ഫൗണ്ടേഷൻസ് ഉണ്ട്, അതിൻ്റെ ചില പ്രൊമൈസസ് ഉണ്ടാവും, അതിൽ പഴക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. മാറ്റുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മാറ്റം എന്താണ് മാറ്റം എന്നുള്ളതൊരു പ്രശ്നമാണ്, എങ്ങനെയാണ് ആ മാറ്റം എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ എങ്ങനെയാണ് മാറ്റം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാർലമെൻറ്റിൽ 140 അംഗങ്ങൾ സസ്പെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇത് പാസ്സായി വരുന്നത് മനസ്സിലാണ്. ഒന്നാമതായിട്ട് പ്രതിപക്ഷം ദുർബലമായ സമയമാണ്, പോട്ടെ എന്ന് വിചാരിക്കുക. ആ ദുർബലമായ പ്രതിപക്ഷത്തിലെ 140 അംഗങ്ങൾ സസ്പെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇത്രയും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ മാറ്റം എന്ന് പറയാൻ പറ്റില്ല, പഴയത് മാറ്റിവെച്ച് പുതിയ 3 ക്രിമിനൽ നിയമങ്ങൾ അത് നടപ്പിലാക്കി. ഒരു നിലക്കുള്ള ഒരു പാർലമെൻ്ററി ഡിബേറ്റ് അതിനകത്ത് നടന്നിട്ടില്ല, ഗൗരവപ്പെട്ട പാർലമെൻ്ററി ഡിബേറ്റ് അതിനകത്ത് നടന്നിട്ടില്ല. ഇതിനകത്ത് പാർലമെൻ്ററി ഡിബേറ്റ് മാത്രം നടന്നാൽ പോരാ, ഈ ലീഗൽ ഫ്രട്ടേണിറ്റി ഉണ്ട്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇതിനകത്തൊക്കെ വളരെ വിപുലമായ ചർച്ചകളും ഇഴകീറി പരിശോധനകളും നടത്തിയിട്ട് മാത്രമേ ഇങ്ങനൊരു സംഗതി ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രാഥമികമായി നടക്കേണ്ട പാർലമെൻ്ററി ഡിബേറ്റ് പോലും ആ വിഷയത്തിൽ നടന്നില്ല. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരാണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചില്ലറ ചേഞ്ചല്ല, അടിമുടി മാറ്റമാണ്, സമ്പൂർണ്ണമായ മാറ്റമാണ്. ഏത് സംവിധാനത്തിലാണ്, അത് നമ്മുടെ വീട്ടിലാവട്ടെ, നമ്മുടെ സ്ഥാപനത്തിലാവട്ടെ, നമ്മുടെ
നമ്മൾ നടത്തുന്ന ചെറിയൊരു ഒരു എന്താണ് ഒരു ബക്കാല, ഒരു മസാലക്കടയിലാവട്ടെ, എവിടെയാണെങ്കിലും ഗൗരവപ്പെട്ടൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് ആ സംവിധാനം എക്യുപ്ഡ് ആയിരിക്കണം. ഇപ്പോൾ സൈഫ് ഒരു കട നടത്തുകയാണ്, ഒരു പലചരക്ക് കട നടത്തുകയാണ്, അതിലൊരു ഭീകരമായ മാറ്റം കൊണ്ടുവരാനായിരിക്കും. അതിനനുസരിച്ച് അതിൻ്റെ എല്ലാ സെറ്റപ്പിലും മാറ്റം വരുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ ഒരു അടിമുടി മാറ്റം വരുമ്പോൾ നമ്മൾ എത്രത്തോളം എക്യുപ്ഡ് ആണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്യുപ്ഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇതിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, പോലീസ് പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പോലീസ് എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ കീഴിലല്ല ഉള്ളത്. ലോ ആൻഡ് ഓർഡർ ആരുടെ കയ്യിലാണ്? സ്റ്റേറ്റുകളുടെ കയ്യിൽ. വിവിധ സ്റ്റേറ്റുകളുണ്ടല്ലോ, ഇവരുമായിട്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടോ? സ്റ്റേറ്റുകൾ ഇതിനനുസരിച്ച് എക്യുപ്ഡ് ആക്കിയിട്ടുണ്ടോ? അത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏജൻസി ജുഡീഷ്യറിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നോക്കൂ സൈഫ്, ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും വീക്കായ രാജ്യങ്ങളിലൊരു രാജ്യമാണ് നമ്മുടേത്. മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് പെർ മില്യൺ ജഡ്ജ് റേഷ്യോ എത്ര അറിയോ? 1 മില്യൺ മനുഷ്യർക്ക് 21 ജഡ്ജിമാരുള്ള രാജ്യമാണ്. ഈ കണക്ക് എൻ്റേതല്ല, ഈ 2014 ഫെബ്രുവരിയിൽ പാർലമെൻറ്റിൽ സർക്കാർ വെച്ച കണക്കാണ്. ആ കണക്ക് സർക്കാർ വെക്കുമ്പോൾ 2011 ജനസംഖ്യ വെച്ചിട്ടുള്ള കണക്കാണ് കേട്ടോ. അത് 1 മില്യൺ മനുഷ്യർക്ക് 21 ജഡ്ജിമാരുള്ളതാണ്. 10 ലക്ഷം പേർക്ക് 10 ലക്ഷം മനുഷ്യർക്ക് 21 ജഡ്ജിമാർ. 3-4 വർഷം മുമ്പ് എന്താണ് ഇംതിയാസ് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. മിനിമം ഏറ്റവും ചുരുങ്ങിയത് 50 എങ്കിലും ആകണം. 50 വേഴ്സസ് 50:1 മില്യൺ എന്നുള്ളതെങ്കിലും ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ ഉണ്ടായാലേ ഏതെങ്കിലും നിലക്കെങ്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കെട്ടിക്കിടക്കുക എന്ന കേസുകളുടെ കാര്യത്തിൽ ലോകത്ത് 1ാം നിരയിലുള്ള രാജ്യമാണ് നമ്മുടെ. മനസ്സിലാക്കണം, ഓരോ ദിവസവും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുഡീഷ്യൽ ഓവർലോഡ് എന്ന് പറയുന്നത് അതിഭീകരമായി നിലനിൽക്കുന്ന രാജ്യമാണ്. എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ ഓവർലോഡ് വരുന്നതെന്നറിയോ? എപ്പോഴാണ് ആളുകൾ കോടതിയെ സമീപിക്കുന്നത്? ആളുകൾ ജുഡീഷ്യറെ സമീപിക്കുന്നത് എപ്പോഴാണ്? എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് നീതി ലഭിക്കാതിരിക്കുമ്പോഴല്ലേ? എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് നീതി ലഭിക്കാതിരിക്കുകയോ അല്ലെ എക്സിക്യൂട്ടീവ് നീതി തടയുകയോ നീതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയോ വൈകുകയോ ചെയ്യുമ്പോഴാണ് ആളുകൾ എങ്ങോട്ട് പോകുന്നത്? ജുഡീഷ്യറി എടുക്കുന്നത്. ചുമ്മാ ആളുകൾ ജുഡീഷ്യറി പോയി ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ വീക്കായ ഒരു എക്സിക്യൂട്ടീവ്, വീക്കായ ഒരു ജുഡീഷ്യറി. എക്സിക്യൂട്ടീവ് വീക്കാവുന്നു അല്ലെ എക്സിക്യൂട്ടീവ് തെറ്റ് ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ജുഡീഷ്യറി വീക്കാവുന്നു. ഇങ്ങനെയുള്ള ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും ദുർബലമായി നിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇത്രയും വലിയൊരു ഭാരം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുണ്ടാക്കുന്ന ആഘാതം ഈ നമ്മുടെ സംവിധാനത്തിന് താങ്ങാൻ പറ്റുമോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നോക്കൂ, ഈ ലോ മാത്രമല്ല മാറുന്നത്, CRPC മാറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രൊസീജിയറും മാറുകയാണ്. ലോ മാറുകയാണ്, ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കാം, ആ വക്കീലന്മാരും ജഡ്ജിമാരും നോക്കിക്കോട്ടെ നോക്കാം. പ്രൊസീജിയർ മാറുമ്പോൾ വാഴക്കാട്ടെ പോലീസ് സ്റ്റേഷനിലോ ഒരു പോലീസ് കോൺസ്റ്റബിൾ വരെ ഇതിന് എക്യുപ്ഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സൈഫ് ഇന്ന് വാഴക്കാട്ടേക്ക് പോകുമ്പോൾ നിങ്ങളൊരു ഒഫൻസ് നടത്തിയാൽ ഇന്നലെ സൈഫ് നടത്തിയ ഒഫൻസ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇന്ന് കൈകാര്യം ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയേഴ്സ് മാറിക്കഴിഞ്ഞു, പ്രൊസീജിയേഴ്സ് അടിമുടി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ പ്രൊസീജിയേഴ്സ് മാറുമ്പോൾ DGP മുതൽ താഴത്തെ കോൺസ്റ്റബിൾ വരെ എല്ലാവരും എക്യുപ്ഡ് ആയിരിക്കണം, എല്ലാവരും ട്രെയിൻഡ് ആയിരിക്കണം. വല്ല ട്രെയിനിങ് ആ നിലക്ക് നടന്നിട്ടുണ്ടോ? എന്തോ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് അക്കാഡമിയിൽ ഒരു പരിശീലനം എന്തോ കൊടുത്തിട്ടുണ്ട്. പോലീസുകാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്ന് വക്കീലുമായിട്ട് സംസാരിച്ചു. ഇന്നലെ വരെ ഒരു വക്കീൽ പണിയെടുത്ത മാതിരിയല്ല ഇന്ന് പണിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണ? അവർക്ക് ധാരണയില്ല. ഈ വക്കീലന്മാരെ ട്രെയിൻ ചെയ്തിട്ട് അതുകൊണ്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് നീട്ടിവെക്കണം, ആളുകളെ എക്യുപ്പ് ചെയ്യിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പരിഷ്കരണവും മാറ്റവും ഒക്കെ നല്ലതാണ്. പക്ഷേ പരിഷ്കരണവും മാറ്റവും വരുത്തുമ്പോൾ അതിനനുസരിച്ച് സംവിധാനങ്ങൾ എക്യുപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. നേരത്തെ തന്നെ വളരെ ദുർബലമായ നമ്മുടെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ആഘാതങ്ങൾ ഇതുണ്ടാക്കുമെന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, ഇത് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ഡിബേറ്റ് നടന്നില്ല. ഒരു കാര്യത്തിൽ ഈ സർക്കാർ നടത്താറില്ല. എന്ന് പറഞ്ഞാൽ നോട്ട് ബന്ദി നടത്തിയിട്ട് അത് ഇന്ത്യൻ സമ്പദ്ഘടനയിൽ എന്ത് ആഘാതമാണ് ഉണ്ടാക്കിയത്, അതേ ആഘാതം നിയമരംഗത്തൊരു നോട്ട് ബന്ദിയാണിതെന്നാണ് ഞാൻ പറയുക.
നോട്ട്ബന്ദി ഇന്ത്യൻ സമ്പദ്ഘടനയിലുണ്ടാക്കിയ ആഘാതത്തിന് ഇതുവരെയും ഇന്ത്യൻ സമ്പദ്ഘടന മുക്തമായിട്ടില്ല, ഇന്ത്യയിലെ ജനങ്ങൾ മുക്തമായിട്ടില്ല. അതുപോലെയോ അതേക്കാൾ മാരകമായതമായ ഒരാഘാതം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ, ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെൻറ്റിൽ ഈ പറയുന്ന ഈ നിയമമാറ്റം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഡീകോളനൈസേഷൻ പ്രോജക്റ്റ്, കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ്? അത് മനുഷ്യരെ അടിമകളാക്കുക, മനുഷ്യരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇതിലെന്താ ചെയ്തിരിക്കുന്നത്? ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവരാകെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പേര്, ഇംഗ്ലീഷിലുള്ള പേര് ഹിന്ദിയാക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഇത് ഇവരുടെ മോഡി സർക്കാർ വന്നതിന് ശേഷമുള്ള ഒരു ശീലം നമുക്കറിയാം. യോജന, പിന്നെ എന്താണ് അഭിയാൻ, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നൽകുക. ഇങ്ങനെയൊക്കെയുള്ള ഹിന്ദി പേരുകൾ നൽകുന്നതിലൂടെ ഡീകോളനൈസേഷൻ പ്രോജക്റ്റ് സാധ്യമാവുക. നോക്കൂ, നമ്മുടെ കോളനി വിരുദ്ധ സമരകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ജാലിയൻ വാലാബാഗ്. 1919 ജാലിയൻ വാലാബാഗ് പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നത് എന്തിൻ്റെ പേരിലാണ് ഓർമ്മയുണ്ട്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് എന്നാണ്. അന്ന് ഈ സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന അന്നത്തെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊണ്ടുവന്ന നിയമമാണ്. പിന്നെ റെവല്യൂഷണറി ക്രൈം ആക്ട്, അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് കൊണ്ടുവരുന്നു. അതാണ് റൗലറ്റ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ആക്ടിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്യുകയാണ്, ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് അതിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്നറിയോ? അതിലാണ് കുപ്രസിദ്ധമായുള്ള സെഡിഷൻ ഇത് വരുന്നത്. പോലീസിന് ആളുകളെ ഇഷ്ടം പോലെ ഡിറ്റൻഷനിൽ വെക്കാൻ, തടവിൽ വെക്കാനുള്ള അനുവാദം നൽകുന്നതാണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ പുതിയ ന്യായ സംഹിതയിൽ 60 ദിവസം മുതൽ 90 ദിവസം വരെ ഒരു പൗരനെ ഡിറ്റൻഷനിൽ വെക്കാൻ പോലീസിന് അധികാരം നൽകുന്നുണ്ട്. കോടതിയുടെ അനുവാദമില്ലാതെ ഹാൻഡ് കഫ് ഇടിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ഡീകോളനൈസേഷനാണ്? ഇപ്പോൾ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കോളനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ജനങ്ങളെ കോളനൈസ് ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും ഒരു കോളനി സംസ്കാരത്തിൽ എങ്ങനെയാണോ പോലീസിനെ, സ്റ്റേറ്റ് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിനെ കാണുന്ന അതേ കാഴ്ചപ്പാടോടെയാണ് ഇതിലെ പല വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാലം പോലീസിന് ആളുകളെ തടവിൽ വെക്കാനുള്ള അധികാരം നൽകുന്നു. അത് പോലീസിൻ്റെ നേരത്തെ തന്നെയുള്ള ആരോപണമാണ് പോലീസിൻ്റെ അമിതാധികാരം, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. രണ്ടാമത് സെഡിഷൻ ലോ ഇല്ലാതായപ്പോൾ ഇവരെന്താ ചെയ്തെന്നറിയോ? ഇതിനകത്തൊരു ടെറർ ലോ ഉണ്ട്. ഈ ടെറർ ലോ എന്ന് പറയുന്നത് നിലവിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, IPCക്ക് പുറമെ നമുക്ക് UAPA ഉള്ളതാണ്, NI ആക്ട് ഉള്ളതാണ്. എങ്ങനെ പൗരാവകാശങ്ങളെ പോലീസിൻ്റെ അധികാരശക്തി ഉപയോഗിച്ച് ഇല്ലാതാക്കാമെന്നതിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണങ്ങളാണ് UAPAയും NI ആക്ടും. അതുണ്ടായിരിക്കെ ഇതിനകത്തൊരു ടെറർ ലോ ഉണ്ട്. ഈ ടെറർ ലോൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എന്താണ് ടെററിസം, എന്താണ് ആൻറ്റി നാഷണലിസം എന്ന് ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നില്ല. ഓൺലൈൻ ടെറർ എന്ന് പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ സേഫ് നടത്തിയിട്ടുള്ളൊരു ടെലിഫോൺ സംഭാഷണത്തിൻ്റെ പേരിൽ നിങ്ങളെ പിടിച്ചകത്തിടാനുള്ള സാധ്യത അതിനകത്തുണ്ട്. അപ്പോൾ പൗരാവകാശങ്ങൾ ധ്വംസിക്കുവാനുള്ള വകുപ്പുകളും സാധ്യതകളും എമ്പാടും തുറന്നിട്ട് കൊണ്ടാണ് ഈ പുതിയ നിയമം വരുന്നുള്ളതാണ്. ഇതിലേറ്റവും അപകടകരമായുള്ള കാര്യങ്ങൾ. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു USP ആണ് നമ്മൾ മനസ്സിലാക്കണം. മോഡി ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന അമിതാധികാരം, അതേമാതിരി സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഹൈപ്പർ നാഷണലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു ഗുണാത്മക ഘടകമില്ല എന്നുള്ളതല്ല, ഇത് പുതിയ നിയമമായതുകൊണ്ട് ആധുനികമായിട്ടുള്ള പുതിയ സങ്കേതങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് എവിഡൻസിന് നൽകുന്ന നിയമസാധുതയും പ്രാബല്യവും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 1860 ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ അന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിൽ ടെക്നോളജി വികസിച്ചിട്ടുണ്ട്. ആ വികാസത്തെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊസീജിയേഴ്സൊക്കെ വീഡിയോഗ്രാഫ് ചെയ്യാനുള്ള നിർദ്ദേശം എന്നതല്ല, അങ്ങനെ ചെയ്യപ്പെടുന്ന വീഡിയോഗ്രാഫുകൾക്ക് ലഭിക്കുന്ന നിയമപ്രാബല്യം, അതേമാതിരി ഓരോ കേസിനും വെച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു കലണ്ടറിംഗ് ഉണ്ട്, വളരെ സയൻറ്റിഫിക്കായുള്ള കലണ്ടറിംഗ് ഉണ്ട്. അത് അമിത്ഷാ പറയുന്നുണ്ട് സ്പീഡി ജസ്റ്റിസ് എന്നതേ. ആ പ്രൊസീജിയർ വേഗത്തിലാക്കുന്നതിൽ നിശ്ചയമായിട്ടും ഈ കലണ്ടറിങ് വളരെ പ്രധാനമായ ഒരു ഘടകമാവും. അപ്പോൾ ആ നിലക്കുള്ള ആധുനിക കാലത്തുണ്ടാക്കിയ ഒരു നിയമം എന്നുള്ള നിലക്ക് ആധുനികമായ സാങ്കേതിക വികാസത്തിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നതിൽ ഈ നിയമം നല്ല നില വിജയിച്ചിട്ടുണ്ട്. DY ചന്ദ്രചൂഡ് ഇതിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പ്രകീർത്തിക്കുന്ന എനിക്ക് തോന്നുന്നത് ഈ ആസ്പെക്റ്റ് വെച്ചുകൊണ്ടായിരിക്കും. ആ നിലക്ക് ഗുണപരമായ വശങ്ങളാണ്. പക്ഷേ പൗരാവകാശത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഗത്ത് നോക്കുമ്പോൾ അപകടകരമായിട്ട് ഒരുപാട് എലമെൻറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനം ഇത് കൊണ്ടുവന്ന രീതിയും നടപ്പിലാക്കുന്ന രീതിയും നമ്മുടെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അമ്പെ തളർത്തിക്കളയും എന്ന് ന്യായമായും നമ്മൾ ആശങ്കിക്കേണ്ട.
നിഷാദ്, തയ്യാറെടുപ്പ് ഉണ്ടായില്ല, ജനങ്ങൾ അത്രമേൽ അവെയർ അല്ല എന്നതിനപ്പുറത്തേക്ക് അറിഞ്ഞിടത്തോളം കണ്ടിടത്തോളം എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനകത്തും പുറത്തും ഉണ്ടാകും? അല്ല, ജനങ്ങളെ അവെയർ ചെയ്യുക, അല്ലെങ്കിൽ പ്രതിപക്ഷവുമായി വളരെ ഒരു ഹെൽത്തി ഡിബേറ്റ് സംഘടിപ്പിക്കുക, എല്ലാവരുടെയും ടേക്ക് എടുക്കുക എന്നത് ഒരു കാര്യത്തിലും ഈ സർക്കാരിൻ്റെ ഒരു നയപരിപാടിയുടെ ഭാഗമല്ല. അവർ കശ്മീരിലെ 370 എടുത്തു കളഞ്ഞ് നമ്മൾ കണ്ടതാണ്. പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിനകത്തൂടെ കടന്നു പോകണമെന്നത് ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് നമുക്കതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ കൊളോണിയൽ പാരമ്പര്യമുള്ള 1.5 നൂറ്റാണ്ട് കാലം പഴക്കമുള്ള നിയമങ്ങളൊക്കെ എടുത്തു മാറ്റി നമുക്ക് മൊത്തം നവീകരിക്കേണ്ട എന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും നേരത്തെ ദാവസായി പറഞ്ഞ പോലെ ന്യായമാണെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് 95% സംഗതികളും പഴയ തന്നെയാണ്. ഇതിൻ്റെ കവർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അവരെന്താണ് അവരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ്? അതായത് കൊളോണിയൽ കാലത്തെ നിയമങ്ങളെ മാത്രം നിയമങ്ങളെ എടുത്ത് ആധുനികമാക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് അവർക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്, ചിലതെടുത്ത് കളയാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭരണഘടന ഒരു സാധാരണ ഇന്ത്യൻ പൗരന് അനുവദിച്ചു കൊടുക്കുന്ന നിയമപരമായ പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഏരിയാസ് ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. എന്നിട്ട് ഭരണകൂടത്തിന് പൗരനെ വേട്ടയാടാനും നിശബ്ദനാക്കാനും ബന്ദിയാക്കാനും അവകാശം നൽകുന്ന, അധികാരം നൽകുന്ന ചില സംഗതികൾ കൂട്ടിച്ചേർക്കണം. അതിനവരൊരു വലിയ പ്ലോട്ട് ഡിസൈൻ ചെയ്യാം. നോട്ട് നിരോധനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊടിയ അഴിമതിയാണ്. രാഷ്ട്രീയ പാർട്ടികളെന്ന നിലയ്ക്ക് ആരൊക്കെയാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷെ അവരെന്ത് ചെയ്തു? വലിയൊരു പ്ലോട്ട് കൊണ്ടുവന്നു. നമുക്ക് ഭീകരതയെ ചെറുക്കണം, കള്ളപ്പണം തടയണം എന്ന വേറൊരു നെഗറ്റീവ് ഉണ്ടാക്കി അതിനകത്തുകൂടി ഇതിനെ സ്മഗിൾ ചെയ്യാണ് സാധാരണ നിലയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ദേശീയ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദാനിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് പോലും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളൊരു ന്യായ സംഹിത കൊണ്ടുവന്ന് മൊത്തം ഭാരതീയമാക്കുകയാണ്, കൊളോണിയൽ എല്ലാം സടകുടഞ്ഞ് കളയുകയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ചില സംഗതികൾ ചേർക്കുകയാണ്. ഇപ്പം നേരത്തെ ഇതിൻ്റെ അപകടവശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് നോക്കൂ, ഇത് സാധാരണ നിലയ്ക്ക് ഒരു നിയമം പുതുതായി കൊണ്ടുവരാൻ വെച്ചാൽ നിയമ നീതികാര്യ വകുപ്പുണ്ടല്ലോ, അവരാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുക. ഇത് ആഭ്യന്തര വകുപ്പാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നോർക്കുക. അമിത്ഷായാണ് ഇത് കൊണ്ടുവരുന്നത്. അതിൽ തന്നെയുള്ള സംഗതി എന്താ, ഇതെന്തുമാത്രം കുഴപ്പമാണ് എൻ്റെ ഉദ്ദേശമെന്ന്. അതിലിപ്പം നേരത്തെ പറഞ്ഞ പോലെ രാജ്യദ്രോഹ വകുപ്പ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. അതെടുത്ത് വെച്ചിട്ട് കേസെടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ രാജ്യദ്രോഹ വകുപ്പ് ഇതിനകത്ത് 120 എല്ലാം ഈ എന്താ പറയുക 124 ഇതിനകത്തില്ല. ഇതിനകത്ത് 150 ഉണ്ട്. 150 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗുരുതരമായ സംഗതിയാണ്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായാൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാം. ഗുരുതരമായ കുറ്റമാക്കി രാജ്യദ്രോഹ കുറ്റം മാറ്റിയിട്ടുണ്ട് എന്ന് കാണുക. അതിനകത്ത് പറയുന്ന വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നിലവിലുള്ള വ്യവസ്ഥയെ മാറ്റാൻ പണിയെടുക്കുക, അത് കുഴപ്പമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിക്കുക, വിഭാഗീയത ഉണ്ടാക്കുക, രാജ്യത്ത് വിഭാഗീയ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയെടുക്കുക, ഇവയെല്ലാം രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരും. അപ്പോൾ നിങ്ങളൊരു സമരം സംഘടിപ്പിക്കുന്നത് കരുതുക, ഈ ഗവൺമെൻറ്റിനെ മാറ്റണം എന്ന് പറഞ്ഞ് ജനങ്ങൾ നിഷാദ് പറഞ്ഞ പോലെയാണ് ഏറ്റവും CPM-ൻ്റെ ഭരണഘടന തന്നെ രാജ്യദ്രോഹ തൊഴിലാളികൾക്ക് സർവ്വാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ സർക്കാർ മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കർഷക പ്രക്ഷോഭമോ സാധാരണ നിലക്കുള്ള ഏതെങ്കിലും ഒരു പ്രക്ഷോഭം നടന്നാൽ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള സമരമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഇതുപോലും രാജ്യത്തിൻ്റെ അഖണ്ഡത എന്ന് പറയുന്നതിനെ ഇപ്പം എന്തുകൊണ്ട് ചൈനീസ് ഡിസ്പ്യൂട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല, ഈ സർക്കാർ അതിൽ പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുതരമായ സ്വഭാവമുള്ള കേസ് എടുക്കാൻ പറ്റും. അപ്പോൾ രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്നത് കൊളോണിയൽ കാലത്തെ റൗലറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. അതുകൊണ്ട് നമുക്ക് എടുത്തു കളണം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗുരുതര സ്വഭാവമുള്ള, ഇതിനെ ഏറ്റവും ഭയപ്പെടേണ്ട സംഗതി ഇതിനകത്താണ് ഉള്ളത്. മറ്റൊന്ന്, നിങ്ങളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുക. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു പരാതി പറഞ്ഞാൽ ആ പരാതി മറ്റുള്ളതാണെങ്കിൽ FIR ഇടുക, FIR ഇട്ട് അതിൻ്റെ ചീട്ട് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ റൈറ്റാണ്. ഇനി അവിടുത്തെ SHO ആണ് തീരുമാനിക്കുന്നത് FIR ഇടേണ്ട കേസാണോ എന്ന്. അവർക്ക് വിവേചനം അധികാരം ഉപയോഗിച്ചുകൊണ്ട് FIR എല്ലാത്തിലും വേണമോ എന്ന കാര്യം തീരുമാനിക്കാൻ കഴിയും എന്ന ഗുരുതരമായ തരത്തിലുള്ള അപകടകരമായ വ്യവസ്ഥയുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഭീകരവാദത്തിൻ്റെ കാര്യം പറഞ്ഞു, UAPA കേസുകൾ ഇനി മുതൽ എന്തായാലും UAPA സ്വഭാവമുള്ള UAPA അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭീകരവാദ കേസുകൾ ഇനി പോലീസിന് ഇടാൻ പറ്റും. എവിടെ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഈ ഭീകരവാദ കേസുകൾ എഴുതി ഉണ്ടാക്കാൻ കഴിയുമെന്ന വ്യവസ്ഥ ഇതിനകത്തുണ്ട് എന്നത് പ്രശ്നം പിടിച്ച കാര്യമാണ്. അപ്പോൾ ഭരണകൂടം ഇവിടെ ഇപ്പോൾ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടിയന്തരാവസ്ഥ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വലിയ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. അടിയന്തരാവസ്ഥയിൽ പൗരാവകാശങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെട്ടത്, മനുഷ്യരെങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടതെന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഇന്ത്യൻ അടിയന്തരാവസ്ഥയുടെ പൊതു സ്വഭാവം എടുത്താൽ പൗരാവകാശം നിഷേധിക്കപ്പെടുക, പ്രതിഷേധക്കാരായ പ്രതിപക്ഷ നേതാക്കളെ പിടിച്ച് ജയിലിലിടുക, അവരെ പീഡിപ്പിക്കുക, വന്ധ്യകരണം നടപ്പിലാക്കുക, ചേരി നിർമ്മാർജ്ജനം എന്ന പേരിൽ ഫോഴ്സ്ഫുള്ളായിട്ട് ഇതിൽ ആക്ട് നടത്തുക, ഇതൊക്കെ നമുക്കതിൻ്റെ പൊതു സ്വഭാവത്തിൽ വളരെ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതേ സംഗതികൾ ഈ നിയമമാറ്റം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഇപ്പോൾ ഭരണകൂടം
ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും വിമർശിക്കാനും കഴിയുന്ന സാധ്യതകളെ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നതാണ് ആത്യന്തികമായ ഈ പദ്ധതി. അത് നടപ്പിലാക്കുന്നു. അപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി സഭയ്ക്ക് പുറത്ത് പോയതുകൊണ്ടാണ് ഞങ്ങൾ ജഡ്ജിമാർക്കെല്ലാം കത്തയച്ചിരുന്നു, ഒപ്പം സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരുന്നു എന്നാണ് അമിത്ഷാ പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരുന്നെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ പലർക്കും അതിനോട് വിയോജിപ്പുകളുണ്ടായിരുന്നു, അവർക്ക് പലതരത്തിലുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു, അവരുടെ പല ടേക്ക് ഉണ്ടായിരുന്നു. അവയെടുത്തില്ല. ഞങ്ങളൊരു കത്തയച്ചു, നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന പേരിൽ. എന്നിട്ട് നടപ്പിലാക്കുന്നു, ഒരു തീയതി തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഗുരുതരമായ പ്രശ്നത്തെ വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 25,000-ലധികം കേസുകൾ ഇന്ത്യയിൽ UAPA സമീപകാലത്ത് എടുത്തിട്ടുണ്ട്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കണക്കുകൾ പുറത്ത് പരിശോധിക്കുമ്പോൾ അതിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ 1% ആളുകളാണ് ശിക്ഷിക്കപ്പെടുന്നത്. ബാക്കി മുഴുവൻ ആളുകളും ഇപ്പോൾ ട്രയലിലോ വിചാരണ തടവുകാരോ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഗുരുതരമായ വകുപ്പുകളെടുത്ത് ആളുകളെ വേട്ടയാടി പിടിക്കുന്ന സ്വഭാവമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ കയ്യിൽ കുറച്ചുകൂടി പല്ലും നഖവുമുള്ള അപകടകരമായ ഒരു നിയമം വന്നാൽ എന്ത് ചെയ്യും? പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല ഉന്നയിക്കേണ്ടത്. ഈ നിയമം കുഴപ്പമാണ്, ഇത് പറ്റില്ല എന്നല്ല അവർ പറയേണ്ടത്. ഇത് അനാവശ്യമായ ഭരണകൂടത്തിന് അമിതാധികാരം നൽകുന്ന നിയമമാണ്. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു പ്രതിപക്ഷം കൂടിയാണ്. അതുകൊണ്ട് ഈ നിയമത്തിനകത്തെ പ്രശ്നങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പ്രതിപക്ഷ നേതാക്കൾ പോലും പുറത്ത് കാണില്ല എന്നുള്ള സിറ്റുവേഷനായിരിക്കും വരാൻ പോകുക. എന്നുവെച്ചാൽ അപകടകരമായ ചില അഡീഷൻസ് ഈ നിയമസംഹിതയിലുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയിൽ ഒരു വിശദീകരണം ഭരണകൂടം നൽകുന്നില്ല. അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു വിശദീകരണം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. പകരം ഇതിൻ്റെ ദോഷവശങ്ങൾ എപ്പോൾ മുതൽ ജനം അനുഭവിച്ച് തുടങ്ങേണ്ടി വരും എന്നുള്ളതിൽ മാത്രമാണ് കാത്തിരിക്കേണ്ടത്.